നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പാർട്ടിയുടെ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ലെന്നും EP. പാനൂർ നഗരസഭയിലെ പാലത്തായി കല്ലംകുന്ന് ലക്ഷം വീട് കോളനിയിൽ ശുദ്ധജലം വിതരണം നിലച്ചിട്ട് ഒരാഴ്ച. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാതെ 16 കുടുംബങ്ങൾ. ചൊക്ലി ടൗണിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായി സ്കൂൾ വിദ്യാർത്ഥിനികൾ. ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് ഏപ്രിൽ ആദ്യവാരം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കും. തീരുമാനം കായിക വകുപ്പ് മന്ത്രിയുമായി സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പാർട്ടിയുടെ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ലെന്നും പുറത്തുവന്ന ഭാഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുമായി ബന്ധമില്ലെന്നും EP മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞാനിപ്പോഴത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടുകൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികളെ രണ്ട് ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറങ്ങുന്നത്? അല്ല, ചിലപ്പോൾ 3 ഭാഗം ഉണ്ടാകും. ഇപ്പോൾ ഡിസംബർ വരെ, അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ്. ആദ്യത്തേത് ഏതായാലും ഈ ഡിസംബർ അവസാനത്തോടു കൂടി പുറത്തിറങ്ങും. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോടുകൂടി പൂർത്തിയാകും. അതിൽ ഡിസംബർ വരെയുള്ള ലൈഫ്. ഈ DC ബുക്സിന് ഏതായാലും ഇത് നൽകുന്നില്ലല്ലോ. മറ്റാരെയാണ് ഇത് പ്രസിദ്ധീകരണത്തിന് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്? അത് തീരുമാനിച്ചില്ല. അത് ആലോചിച്ച് ചെയ്യാം. അന്നേരം ഈ ഡിസംബറിൽ അത് ഇറക്കാൻ കഴിയുമോ? അങ്ങനെ ഇനിയും പ്രസാധകനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിസംബറിൽ ഇത് പൂർത്തിയാക്കാൻ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രസാധകരായിട്ടുള്ള ഒരുപാട് ആൾ വന്നിട്ടുണ്ട്. ഇതിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കുന്നില്ല. എനിക്കൊന്ന് ന്യൂസ് 8 നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ലേഖനം അറിയില്ല. അയാൾ മനസ്സിലാക്കിയിട്ടുമില്ല. അയാൾ വിജ്ഞാനിയാണ് ധരിച്ചിട്ടുണ്ടാവും. അമേരിക്കൻ യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. ലോകത്തിൽ തന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പരിശീലനം കൊടുത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക് വിന്യസിക്കുന്നുണ്ട്. ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെ ഒരു സഹായവും നൽകാത്ത നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും 3.5 കോടി മലയാളികളെ അപമാനിക്കുകയാണെന്ന് EP ജയരാജൻ. ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെയും സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് അപലപനീയമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ കേരളത്തിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞ ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ സഫലമാക്കണം. ഒരു പ്രധാനമന്ത്രിയുടെ വാക്ക് സമീപനം ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയി കൃഷിക്കാരോട് മാപ്പ് പറഞ്ഞു, എല്ലാ ആനുകൂല്യങ്ങളും തരാമെന്ന് പറഞ്ഞു. 13 മാസക്കാലം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ ഒന്നും കൊടുത്തില്ല. ഇപ്പോഴവിടുത്തെ കൃഷിക്കാർ ഇതാ സമരരംഗത്താണ്. ഇത് BJPയുടെ ശീലമായിരിക്കും. നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ള BJPയുടെ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ 3.5 കോടി മലയാളികളുടെ സംഘശക്തി ഒന്നിപ്പിക്കുക. കേരളത്തോട് മോദിക്ക് അസഹിഷ്ണുതയാണെന്നും കേരള സർക്കാർ വയനാടിനു വേണ്ടി സാധ്യമായതെല്ലാം ചെയ്തെന്നും EP ജയരാജൻ പറഞ്ഞു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും കേരളത്തിനെതിരെ കള്ളപ്രചാരണം നടത്തിയിരുന്നു. മാധ്യമങ്ങൾ തെറ്റുതിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര താൽപര്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിന്നിട്ടുള്ളതെന്നും EP ജയരാജൻ പറഞ്ഞു. കേന്ദ്രത്തിൻ്റേത് മനുഷ്യത്വമില്ലാത്ത നിലപാടാണ്. ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി ഉടൻ പ്രഖ്യാപിക്കണമെന്നും കേരളത്തിന് 2200 കോടി രൂപ കേന്ദ്ര സഹായമായി അനുവദിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. വയനാടിനു വേണ്ടി മലയാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും LDF പ്രതിഷേധം ദില്ലിയിലും അലയടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ കേരളത്തിന്റെ വേദന കാണണമെന്നും അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുമെന്നും EP ജയരാജൻ പറഞ്ഞു. പാനൂർ നഗരസഭയിലെ പാലത്തായി കല്ലംകുന്ന് ലക്ഷം വീട് കോളനിയിൽ ശുദ്ധജല വിതരണം നിലച്ചിട്ട് ഒരാഴ്ച. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാതെ കോളനിയിലെ 16 കുടുംബങ്ങൾ.
നിരവധി തവണ പരാതി പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. പരാതി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ. പാനൂർ നഗരസഭയിലെ കല്ലംകുന്ന് ലക്ഷം വീട് കോളനിയിൽ ശുദ്ധജല വിതരണത്തിന്റെ പൈപ്പ് പൊട്ടി ജലവിതരണം നിലച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലാണ് കോളനിയിലെ 16 കുടുംബങ്ങൾ. സ്കൂൾ കുട്ടികളും പ്രായമായവരും ഉള്ള കോളനിയിൽ വെള്ളം എത്താത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടികളും ഇവർ സ്വീകരിച്ചിട്ടില്ല. വെള്ളം ഇല്ലാത്തത് കോളനിയിലെ സ്ഥിരം പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് കോളനി നിവാസിയായ വീട്ടമ്മ പറഞ്ഞു. നമ്മൾ ഒരാഴ്ച ഇവിടെ വെള്ളമില്ലാതെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിലേക്ക് വെള്ളം വരണ്ടിയിട്ട് നമ്മൾ വെള്ളം ഇതിൽ വിളിച്ച് കുത്തുവരമ്പിൽ വിളിച്ച് അവർ പറയുന്നു പൈപ്പ് ഇടാൻ പൊട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ട് നന്നാക്കാനാന്നോ. അവർ നന്നാക്കിയിട്ട് വെള്ളം വിട്ടു തരേണ്ട കാരണം അവർക്കല്ലേ. ഇവിടെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ 14 വീട്ടിൽ കുറച്ച് കുഞ്ഞു മക്കളുണ്ട്, വലിയ വയസ്സന്മാരുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. എന്നാൽ അതിന് വേണ്ട ഒരു സഹായ സഹകരണങ്ങൾ ചെയ്തു തരണോ തരണ്ടോ. നമുക്ക് ഇവിടെ ഒരാഴ്ച വെള്ളമില്ലാണ്ട് ഞങ്ങൾ കളിക്കുന്ന കളി ഞാക്കേ അറിഞ്ഞൂട്. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ഡ്രമ്മിൽ വെള്ളം മെനഞ്ഞാന്നും 4 പെയ്ത മഴ പെയ്ത വെള്ളം കൊണ്ടാണ് ഇവിടെ ജീവിതം കഴിയുന്നെന്ന് അറിയാനുള്ളൂ. കുടിക്കുന്ന വെള്ളത്തിന് ആ കിണറ്റിൽ 2 ചെമ്പ് വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. കിണറ്റിൽ പോയി വലിച്ച് കഴിക്കണം, വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഒരാൾ വിളിച്ചിട്ട് വരുന്നില്ല. ഇവിടെയെല്ലാം തേരും കുറച്ച് വയസ്സന്മാരുണ്ട്, കുഞ്ഞു മക്കൾ, ഇതെല്ലാം കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ല വീടാ. നമ്മൾ എന്ത് ചിന്തിക്കണം. 16 കുടുംബങ്ങൾക്കും കൂടി ആകെ ഒരു കിണറാണ് കോളനിയിൽ ഉള്ളത്. ഇതിലുള്ള വെള്ളം കുടിക്കാൻ പോലും തികയാത്ത അവസ്ഥയാണ്. തങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനപ്രതിനിധികളോട് വേറൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നില്ലെന്നും വെള്ളം എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന ആവശ്യം മാത്രമാണുള്ളതെന്നും കോളനി നിവാസികൾ പറയുന്നു. നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് മദ്രസ കുട്ടികൾ സ്കൂൾ കുട്ടികളെല്ലാം പോകുന്നുണ്ട്, ചെറിയ മക്കളുണ്ട്, ഓർക്കെല്ലാവരും കൂടിക്ക് നമുക്കൊന്നും സഹായിക്കൊന്നും വേണ്ട. നമുക്ക് ദിവസം വെള്ളം വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. അത്രയേ നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ഇതിപ്പോൾ വെള്ളം കെട്ടിക്കൊണ്ടുവരാനൊന്നുമില്ല. ഓരോരുത്തർക്ക് കൈ വേദന, കാല് വേദന, മുട്ടുവേദന. അതിനെ പിന്നെ രാവിലെ നമ്മൾ പണിക്ക് പോയാൽ വൈകിട്ട് വരും. ഈ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഈ വെള്ളം കെട്ടണമെന്ന് നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് ഈ പൈപ്പിൽ വരുന്ന പൈപ്പിലെ വെള്ളം വരാൻ പറയുന്നുണ്ട്. ദിവസം വന്നാൽ മതി. ദിവസം നമുക്ക് അത്രയേ ഉള്ളൂ, 10-18 പുറക്കാറുണ്ട്. ഓർക്ക് ദിവസം വെള്ളം നമുക്ക് കിട്ടണം, നമുക്ക് അതേ പറയുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് പുരയെടുത്ത് തരാനോ അല്ല 10 സെൻറ്റ് സ്ഥലമായി തരാനോ എന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഈ ദിവസം വരുന്ന വെള്ളം ദിവസം അത് മുടങ്ങാണ്ട് വരണം. ഇപ്പം നമുക്ക് ഒരാളോടൊന്നും പറയാനാവില്ല. ഇപ്പം നമ്മൾ കുണിയിൽ അസർക്കായ നമുക്ക് വെള്ളം കൊണ്ടു തരുന്നുണ്ട്. ഒരു വെയിൽ സമയത്ത് നമുക്ക് കൊണ്ടു തരൂ. ഇപ്പോൾ പോയിട്ട് ഓരോട് വെള്ളം കൊണ്ടു തരാമെന്ന് പറഞ്ഞാൽ ഓർ കൊണ്ടു തരൂലല്ലോ. ഓരോ മഴ സമയത്ത് വെള്ളത്തിന് എങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും വെള്ളമുണ്ട്, എവിടെയും വെള്ളം ഇല്ലാത്ത ഈ കാലം മാത്രമേ വെള്ളം ഇല്ലാണ്ടുള്ളൂ. ജലനിധി പദ്ധതി പ്രകാരം രാവിലെ 10 മുതൽ 12 വരെയാണ് സാധാരണ വെള്ളം എത്താറുള്ളത്. എന്നാൽ അത് ആവശ്യത്തിന് പോലും തികയാറില്ല. ഇതിനിടയിലാണ് ശുദ്ധജല വിതരണം പൂർണ്ണമായും നിലച്ചത് കോളനി നിവാസികളെ തീരാ ദുരിതത്തിലാക്കിയത്. ആടെ 2 പൈപ്പ് ആടെ വെച്ചിട്ടുണ്ട്. ഒന്നിനും ഇല്ലാത്ത സ്ഥലത്താ പൈപ്പ് വെച്ചിട്ടുള്ള ആടെ. അപ്പോൾ ആ പൈപ്പ് ആടുന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു പൈപ്പ് താഴെയുള്ള പൈപ്പ് കട്ട് ചെയ്തിട്ട് മേലോട്ടേക്ക് ഇതാക്കുക. പിന്നെ ആടെ ഒരു ആസ്പത്രിയുണ്ട്. ആടെ ഈ മോന്തി ആകുമ്പോൾ ആടെ നിന്ന് വെച്ചിട്ട് വെള്ളം അടിക്കുന്നുണ്ട്. ആടെ ഒരു മുക്കിലും മൂലയിലുള്ള ഒരു ലൈറ്റും ഇല്ല. അതും ആടെന്ന് നിങ്ങളൊന്ന് ഇതാക്കണം. ആടെ ഒരു കിണറും ഉണ്ട്. ആടത്തേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങ് ടാങ്കിയിലേക്ക് വെള്ളം പണ്ട് ഇതാക്കി തന്നു. ആ വെള്ളം ഇപ്പം ഇല്ല. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 60ഓളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. വെള്ളം ഇല്ലാത്ത പ്രശ്നം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് കൗൺസിലർ സുഖില പറഞ്ഞു. കല്ലംകുന്ന് ലക്ഷം വീട് കോളനിയിലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ്. 10-18ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഭരണാധികാരികളുടെയും വാട്ടർ അതോറിറ്റിയുടെയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രശ്നമാണ്. അത് നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇതുവരെ അവർ ഉന്നയിച്ചിട്ടുള്ളൂ. വേറെ ഒരു കാര്യങ്ങൾക്കും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഭരണാധികാരികളോടായാലും ആരോടും ഒന്നും പറഞ്ഞില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി വാട്ടർ അതോറിറ്റി അധികൃതരും അറിയിച്ചു.
ചൊക്ലി ടൗണിൽ സോഡിയം കുറഞ്ഞു പോകുന്ന അസുഖം നേരിട്ട് അബോധാവസ്ഥയിലായ യുവതിക്ക് രക്ഷകരായി സ്കൂൾ വിദ്യാർത്ഥിനികൾ. ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. ചൊക്ലി ടൗണിലെ VP ഓറഞ്ചൽ സ്കൂളിനരികെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഓട്ടോയിൽ കയറുന്നതിനിടയിലാണ് യുവതിക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത്. റോഡിന് എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ നിന്നും PT പീരീഡ് കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് വിദ്യാർത്ഥിനികൾ യുവതി കുഴഞ്ഞു വീഴുന്നത് കണ്ടത്. ഉടൻ വിദ്യാർത്ഥിനികളായ ഐഷ അലോന, ഖദീജ കുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നിവർ യുവതിക്കരികിയെത്തുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയുമായിരുന്നു. രാവിലെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ PV ലൂബിൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകിയിരുന്നു. ഈ ക്ലാസ്സാണ് തങ്ങൾക്ക് യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായകരമായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടെങ്കിൽ റോഡ് കടക്കാൻ പോകുന്നില്ല. അപ്പാടെ നെഫീസ കൂട്ടി കൊടുക്കുന്ന കേട്ട് നോക്കിയപ്പോൾ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത് അപ്പാടെ ഞാനും ആയിഷവും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു, നല്ല കാലടി കൊടുത്ത്. ഇവൾ ആരെയോ ഒരു വണ്ടിയിൽ നിന്ന് കയ്യിൽ നിന്ന് ഓരോട് ചോദിച്ചിട്ട് ചാവി വാങ്ങിച്ച് കൈ പിടിച്ചു കൊടുത്ത്. എന്നിട്ട് ഞാൻ എന്നെ തടി കൊടുക്കുമ്പോൾ ഇവള് കൈയെല്ലാം തടി കൊടുത്ത്, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പാടെ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് ചേച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി വെള്ളം തന്ന്. അപ്പൊ നമ്മൾ കുറച്ച് കൊടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് ബോധം വന്ന്. അപ്പൊ നമ്മൾ ചേച്ചി ചേച്ചി ഇനി വേണോ? അപ്പൊ ഒരു പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞ് അപ്പാടെ ചേച്ചിക്ക് നല്ല ബോധം വന്നപ്പോ നമ്മൾ ഓരോ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ എത്തി. എന്നിട്ട് ഓര് പറഞ്ഞ് പള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോന്നാണ്. നമുക്ക് രാവിലെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് എടുക്കാൻ കഴിയുന്നു. അന്നേരം നമുക്കിത് മനസ്സിലായി. യുവതി കുഴഞ്ഞു വീഴുന്നത് കണ്ടതോടെ സന്ദർഭോചിതമായി വിദ്യാർത്ഥിനികൾ ഇടപെടുകയായിരുന്നു. മാഹി കുഞ്ഞിപ്പുരമുക്ക് സ്വദേശിയായ സ്ത്രീയെയാണ് വിദ്യാർത്ഥിനികൾ രക്ഷിച്ചത്. വിദ്യാർത്ഥിനികൾക്ക് അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. കോപ്പാലത്ത് 70-കാരിയുടെ സ്വർണ്ണമാല തട്ടിപ്പറിക്കാൻ ശ്രമിച്ച അതിഥി തൊഴിലാളിയായ യുവാവ് അറസ്റ്റിൽ. ഉച്ചയ്ക്ക് വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് TV കാണുന്നതിനിടെയാണ് 70-കാരിയുടെ സ്വർണ്ണമാല തട്ടിപ്പറിക്കാൻ ശ്രമം നടന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി രൺദീപ് സർക്കാരിനെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കോപ്പാലത്തെ ദേവീകൃപയിൽ ജാനുവിന്റെ മാല മോഷ്ടിക്കാനാണ് ശ്രമം നടന്നത്. യുവാവ് കഴുത്തിൽ പിടിച്ച ഉടനെ ജാനു ബഹളം വെച്ചതോടെ വീട്ടിലുള്ളവരും അയൽവാസികളും ഓടിയെത്തി ഇയാളെ പിടികൂടി ന്യൂമാഹി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1:30ക്കാണ് സംഭവം. സംസ്ഥാന സർക്കാർ അംഗീകരിച്ച കായിക നയത്തിന്റെ ഭാഗമായി കായിക വകുപ്പ് നടപ്പാക്കുന്ന സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് ഏപ്രിൽ ആദ്യവാരം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കും. മണ്ഡലത്തിലെ കായിക വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട പ്രവൃത്തികളിലെ പുരോഗതി വിലയിരുത്തുന്നതിനായി കായിക വകുപ്പ് മന്ത്രിയുമായി സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അദ്ദേഹത്തിന്റെ ചേംബറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. തലശ്ശേരി നഗരസഭയുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്റ്റേഡിയം കോംപ്ലക്സ് കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികളും സിന്തറ്റിക് ട്രാക്കിലെ വിള്ളൽ പരിഹരിക്കുന്നതിനുള്ള പ്രവൃത്തിയും 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ജിംനേഷ്യം നവീകരണം പുരോഗമിക്കുകയാണ്. സ്റ്റേഡിയത്തിന്റെ ഡ്രെയിനേജ് വർക്കുകളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിക്ക് വർക്ക് ഓർഡർ നൽകിക്കഴിഞ്ഞു. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ മണ്ഡലത്തിലെ കതിരൂർ, പന്ന്യന്നൂർ, ചൊക്ലി പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും യോഗം വിലയിരുത്തി. തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നതിനുള്ള ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരി സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്ന ചടങ്ങും സ്പോർട്സ് കേന്ദ്രം, ജിംനേഷ്യം, സ്പോർട്സ് കോംപ്ലക്സ് നവീകരണ പ്രവൃത്തികളുടെ പൂർത്തീകരണം എന്നിവയുടെ ഉദ്ഘാടനവും
ഏപ്രിൽ ആദ്യവാരം നടത്താനും യോഗത്തിൽ ധാരണയായി. ഹെൽത്തി തലശ്ശേരി പ്രഖ്യാപനമുയർത്തി മണ്ഡലത്തിൽ വിവിധ ക്യാമ്പയിനുകൾ നടന്നുവരികയാണെന്നും യോഗം വിശദീകരിച്ചു. ജനുവരി 5 നടക്കുന്ന തലശ്ശേരി ഹെറിറ്റേജ് റണ്ണിൽ പങ്കെടുക്കാനുള്ള സ്പീക്കറുടെ ക്ഷണം മന്ത്രി സ്വീകരിച്ചു. സ്പോർട്സ് വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് IAS, കായിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ജയറാം, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ CEO അജിയൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഷ്റഫ്, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി SK അർജുൻ, കിറ്റ്കോ ടീം കോർഡിനേറ്റർ അരുൺ പ്രതാപ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാനൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയുടെ ഭാഗമായി സ്ഥാപിച്ച സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് കം ഇൻസിനേറ്റർ മെഷീന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. പാനൂർ ബസ് സ്റ്റാൻഡ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ നഗരസഭ ചെയർമാൻ V നാസർ മാസ്റ്റർ നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരസഭയിലെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ ശുചിത്വവൽക്കരിക്കുക എന്നതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നാപ്കിൻ വെൻഡിങ് മെഷീൻ അതേപോലെ ഇൻസിനേറ്ററും ഇവിടെ ഈ പൊതു ടോയ്ലറ്റുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ടോയ്ലറ്റിൽ മാത്രമല്ല, നഗരസഭയിലെ എല്ലാ ഹൈസ്കൂളുകളിലും അതോടൊപ്പം തന്നെ UP സ്കൂളുകളിലും 11 UP 4 ഹൈസ്കൂളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. 11 UP സ്കൂളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു 3 UP സ്കൂളിൽ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ഇൻസിഡൻറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതു ടോയ്ലറ്റുകളിലായിട്ടുള്ള ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിങ്ങത്തൂരിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വരുന്ന മൂന്നാല് ടേക്ക് എ ബ്രേക്കിലും ഇതേപോലുള്ള സൗകര്യങ്ങൾ സാനിറ്റേഷൻ ഇതേപോലെ വെൻഡിങ് മെഷീൻ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് വരികയാണ്. വാർഡ് കൗൺസിലർ നസീല കണ്ടിയിൽ അധ്യക്ഷയായി. 4 ഹയർ സെക്കൻഡറി സ്കൂളിലും 14 UP സ്കൂളിലും 50,000 രൂപ ചെലവിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് കം ഇൻസിനേറ്റർ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് V നാസർ മാസ്റ്റർ പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജോയ്, പ്രീജ എന്നിവർ സംസാരിച്ചു. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ശശി നടുവിൽ കണ്ടിയിൽ സ്വാഗതവും നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിസിയ നന്ദിയും പറഞ്ഞു. CPM പ്രവർത്തകനായിരുന്ന പാനൂർ കൂറ്റേരിയിലെ അരീക്കൻ അശോകൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും അനുസ്മരണ പ്രഭാഷണവും നടന്നു. കൂറ്റേരി KC മുക്കിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. കൂറ്റേരി KC മുക്കിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗം N അനിൽകുമാർ, പുത്തൂർ ലോക്കൽ സെക്രട്ടറി M കുമാരൻ മാസ്റ്റർ, TP അനീഷ്, C രാജു, VK രമ്യ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതുവഴി കൂറ്റേരി മേഖലയാകെ തങ്ങളുടെ അധീനതയിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇവിടെ അരങ്ങേറിയിരുന്നത്. എന്നാൽ ആ ഭീതിജനകമായ കാലഘട്ടത്തിലും പാർട്ടിയോടുള്ള കൂറ് അഗാധമായ നിലയിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവും അവരുടെ കുടുംബാംഗങ്ങളും മുന്നോട്ട് പോയത് എന്നത് ആവേശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയെ തള്ളിപ്പറയാതെ പാർട്ടിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് പ്രചോദനമായി തീർന്നത് ഇവിടെയുള്ള പാർട്ടി സഖാക്കളും അവരുടെ കുടുംബാംഗങ്ങളും പ്രകടിപ്പിച്ച അനിതര സാധാരണമായ ധീരത ഒന്നുകൊണ്ട് മാത്രമാണ്. ഏരിയ കമ്മിറ്റി അംഗം പ്രജീഷ് പനത്ത് സ്വാഗതം പറഞ്ഞു. ഭാരത് സേവക് സമാജിന്റെ ദേശീയ അവാർഡ് നേടിയ ഗ്രാൻമയുടെ അമരക്കാരൻ AV രത്നകുമാറിനെ തലശ്ശേരിക്കടുത്ത് മടത്തുംഭാഗം ഗ്രാൻമ ആദരം ഒരുക്കുന്നു. 7 വൈകിട്ട് 6:30 നടക്കുന്ന പരിപാടിയിൽ
മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കുംപാട് മടത്തുംഭാഗത്തുള്ള ഗ്രാൻഡ്മാ തിയേറ്റർ ദേശീയ തലത്തിലേക്ക് ഒരു അവാർഡിന് അർഹരായിരിക്കുകയാണ്. നമ്മുടെ ഗ്രാൻഡ്മാ തിയേറ്ററിൻ്റെ ശില്പിയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രത്ന മാസ്റ്റർ ഭാരത് സേവക് സമാജ് എന്ന ഒരു സംഘടനയുടെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിലുള്ള ദേശീയ അവാർഡ് നേടുകയും അങ്ങനെ ഗ്രാൻഡ്മയുടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു അവാർഡ് കഴിഞ്ഞ മാസം 12-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് രത്നമാഷ് സ്വീകരിക്കുന്ന ഒരു നിലയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാൻഡ്മാ കുടുംബാംഗങ്ങൾ രത്ന മാസ്റ്റർക്ക് ഒരു സ്നേഹാദരം ഈ 7-ാം തീയതി സംഘടിപ്പിക്കുകയാണ്. അതിൽ വിശിഷ്ടാതിഥിയായി നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും ആയ ശ്രീ എം മുകുന്ദൻ മാസ്റ്റർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയും ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക മാനസിക മേഖലകളിലെ മാതൃകാ പ്രവർത്തനത്തിനുള്ള ഭാരത് സേവക് സമാജിന്റെ ദേശീയ അവാർഡ് നേടിയ AV രത്നകുമാറിനെ മടത്തുംഭാഗം ഗ്രാൻഡ്മാ തിയേറ്റർ കുടുംബം ആദരിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 7-ന് മടത്തുംഭാഗം ഗ്രാൻഡ്മാ തിയേറ്റർ കോമ്പൗണ്ടിൽ സംഘടിപ്പിക്കുന്ന സ്നേഹാദര ചടങ്ങിൽ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സ്നേഹാദര പരിപാടിയിൽ സംഗീതകലയിൽ മികച്ച സേവനത്തിനുള്ള BSS അവാർഡ് നേടിയ ഗ്രാൻഡ്മാ കുടുംബാംഗം കൃഷ്ണകുമാറിനെയും സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിൽ ചൂരൽ വടിപ്പയറ്റിൽ സ്വർണ്ണ മെഡലും ചെറുവടിപ്പയറ്റിൽ വെള്ളി മെഡലും നേടിയ സഫ്ദർ CVN കളരി ഗുരുക്കൾ പുരുഷു, ചെറുവടിപ്പയറ്റിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഷിൻഡുൽ എന്നിവരെയും ആദരിക്കും. പ്രശസ്ത പത്രപ്രവർത്തകൻ EM അഷ്റഫ് കഥ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച M മുകുന്ദന്റെ സാഹിത്യ ദൃശ്യാവിഷ്കാരമായ ബോൺറൂർ മയ്യഴി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സ്നേഹാദര ചടങ്ങിൽ നടത്തും. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനാവും. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MB ശ്രീഷ, PP സനൽ, KK രാജീവൻ, NK രവി തുടങ്ങിയ ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ P പ്രകാശൻ, AV രാജൻ മാസ്റ്റർ, ദേവദാസൻ, സുരേഷ് ബാബു, K സിനേഷ്, സാഗിനി, രസിത, ഷീല എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്.
കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം, എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ ഗുരുസന്നിധിയിൽ 43-ാം വാർഷിക മഹോത്സവം ഡിസംബർ 6, 7, 8 തീയതികളിൽ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂർ ഗുരുസന്നിധി 43-ാം വാർഷിക മഹോത്സവം 3 ദിവസങ്ങളായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് ശേഷം വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രീനാരായണ സന്നിധിയാണ് പാനൂർ ഗുരുസന്നിധി. ആ ഗുരുസന്നിധിയിലെ വാർഷിക മഹോത്സവം പാനൂരിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് ഈ പ്രദേശത്തെ നാട്ടുകാരും ജനതയും ഏറ്റെടുത്തത്. വാർഷിക മഹോത്സവം ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പൂജാതി കർമ്മങ്ങളോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. ഘോഷയാത്ര, തായമ്പക, കലാപരിപാടികൾ, മ്യൂസിക് നൈറ്റ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രത്യേക പൂജാ ചടങ്ങുകളും ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കും. ഷാഫി പറമ്പിൽ MP, KP മോഹനൻ MLA, ശിവഗിരി മഠത്തിലെ സ്വാമിമാർ തുടങ്ങിയവർ വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കും. പരിപാടികൾ വിശദീകരിച്ച വാർത്താസമ്മേളനത്തിൽ ഗുരുസന്നിധി പ്രസിഡന്റ് T. പ്രദീപൻ, സംഘാടക സമിതി ചെയർമാൻ TK നാണു, ഡയറക്ടർമാരായ സജീവ് ഉദ്യോത്, AP രാജു, നടേമൽ രാജൻ എന്നിവർ പങ്കെടുത്തു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദേശീയ ചിത്രകലാ പ്രദർശനത്തിന്റെ ഭാഗമായി കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ കല, കാലം, കാഴ്ച എന്ന വിഷയത്തിൽ പ്രഭാഷണവും സ്ലൈഡ് പ്രദർശനവും സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് C. ഭാഗ്യനാഥ് പ്രഭാഷണം നടത്തി. ദേശീയ ചിത്രകലാ പ്രദർശനത്തിന്റെ ഭാഗമായാണ് സ്ലൈഡ് പ്രദർശനവും പ്രഭാഷണവും സംഘടിപ്പിച്ചത്. കല, കാലം, കാഴ്ച എന്ന വിഷയത്തിൽ ആർട്ടിസ്റ്റ് C. ഭാഗ്യനാഥ് പ്രഭാഷണം നടത്തി. ഗുജറാത്തിലെ റയറ്റ്സ് നടന്ന സമയത്ത്, വർഗീയ കലാപങ്ങളൊക്കെ നടന്ന സമയത്ത് ശരിക്കും ഗുജറാത്തിലാണ് താമസിക്കുന്നത്. അഹമ്മദാബാദിലെ ഒരു സ്ഥലമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ഗൂഗിൾ മാപ്പ് മൊത്തം കത്തിക്കരിഞ്ഞ പോലത്തെ ഒരു കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുതരം സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതിൽ പിന്നെ അതിൻ്റെ അകത്തുള്ള ഗാന്ധി ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കളൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. അത് ഞാൻ പറഞ്ഞെടുത്തത് പെട്ടെന്ന് ഒരു മാപ്പ്, ഗൂഗിൾ മാപ്പ് വരയ്ക്കുക എന്ന രീതിയിലല്ലാതെ അതിനകത്ത് സൂക്ഷിച്ച് നമ്മൾ വീണ്ടും ഗൂഗിൾ മാപ്പിലോട്ട് സൂം ചെയ്ത് നോക്കുന്ന രീതി നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് പല പല സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഓട്ടോ കത്തിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ കാണാം.
സ്വാതന്ത്ര്യ പ്രസ്ഥാന കാലത്തെ ബംഗാളിലെയും മറ്റും ചിത്രകാരന്മാർ ഇന്ത്യൻ ചിത്രശില്പകലകളിൽ വ്യക്തിപരമായും പ്രാദേശികമായും അതേസമയം ദേശീയമായും തനതായ ഭാഷയും ശൈലിയും രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തെയും സ്വത്വത്തെയും സ്വരൂപിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രദർശനത്തോടനുബന്ധിച്ച് 4ാമത് പ്രഭാഷണം ആണ് ഇത്. പ്രദർശനം 11-ന് സമാപിക്കും. തലശ്ശേരി ബ്രഹ്മകുമാരീസ് 30ാം വാർഷികാഘോഷവും അനുമോദന ചടങ്ങും ഡിസംബർ 9-ന് നടക്കും. തലശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ BK ബ്രജ്ബായ്, BK ബാബുബായ്, BK ബീരേന്ദ്രബായ് എന്നിവർ മുഖ്യാതിഥികളാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സേവനം ചെയ്യാം. അപ്പം നമ്മുടെ ഉദ്ദേശം ഈ സമൂഹത്തിലുള്ള അത്തരത്തിൽ ആരാണോ സേവനം ചെയ്യുന്നത്, അറിയപ്പെടുന്നവർ ഒത്തിരി ഉണ്ടാകാം, പക്ഷെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടാതെ വളരെ നിസ്വാർത്ഥമായിട്ട് ആരൊക്കെയാണ് സമൂഹത്തിന് വേണ്ടി, നമ്മൾ പറയില്ലേ അണ്ണാർക്കണ്ണന് തന്നാലായാൽ പോലും ചെയ്യുന്നുണ്ട് കർമ്മം, അതുപോലെ അത്തരത്തിലുള്ള സമൂഹത്തിലെ പല ഡിപ്പാർട്ട്മെൻറ്റിലും സേവനം ചെയ്യുന്നവരെ അവരെ അനുമോദിക്കുക എന്നുള്ള ഒരു ദൗത്യം പോലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബ്രഹ്മകുമാരീസിൻ്റെ തലശ്ശേരി ശാഖയുടെ സൂപ്പർ സിൽവർ ജൂബിലി ആഘോഷത്തോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സമൂഹ സേവനം ചെയ്യുന്ന നല്ല മനസ്സുള്ള കുറച്ച് ജനങ്ങളെ തിരഞ്ഞെടുത്ത്, ഏകദേശം 130ഓളം ജനങ്ങളെ തിരഞ്ഞെടുത്ത്, അത് സർവീസിലുള്ളവരുണ്ട്, സർവീസിലില്ലാത്തവരുണ്ട്, അത് അതേപോലെ തന്നെ കുറച്ച് അമ്മമാരും ഇത്തരത്തിലുള്ള ജനങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അനുമോദനം കൂടി ചെയ്യുന്നുണ്ട്. ബ്രഹ്മകുമാരീസ് തലശ്ശേരിയുടെ 30ാം വാർഷികാഘോഷവും അനുമോദനവും തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 1994-ലാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 130 പേരെ അനുമോദിക്കും. ഉദ്ഘാടന ചടങ്ങിൽ BK ബ്രിജ്ബായി, BK ബാബുബായി, BK ബീരേന്ദ്രബായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. മോട്ടിവേഷൻ പ്രഭാഷകരും പരിശീലകരുമായ ഡോക്ടർ EV സ്വാമിനാഥൻ, പ്രൊഫസർ EV ഗിരീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. ലോകത്തിലെ 145 രാജ്യങ്ങളിലായുള്ള 10,000 കേന്ദ്രങ്ങളിലായി 50 ലക്ഷം അനുയായികൾ ബ്രഹ്മകുമാരീസ് വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പഠനവും സാമൂഹ്യ സേവനങ്ങളും നടത്തി വരുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള ആദരണീയർ ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിന്റെ ചിട്ട പാലിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ബ്രഹ്മകുമാരീസ് സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 500ഓളം പേർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ കേന്ദ്രം അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രിയ ബഹൻ, ബ്രഹ്മകുമാരീസ് തലശ്ശേരി കേന്ദ്രത്തിലെ കോർഡിനേറ്റർ ശൈലജ ബഹൻ, CM മഹേഷ്, PV ദിനേശൻ, N പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. പാനൂർ യെസ് അക്കാദമിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് പാനൂർ ടൗണിൽ വിളംബര ജാഥയും ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും നടത്തി. വീൽ ചെയറിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാനൂർ യെസ് അക്കാദമിയുടെ 3ാം വാർഷികാഘോഷം ഡിസംബർ 6-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ അക്കാദമിയിൽ നടക്കും. ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പാനൂർ ടൗണിൽ വിളംബര ജാഥ നടത്തിയത്. വീൽ ചെയർ ഉൾപ്പെടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ റാലിയിൽ അണിചേർന്നു. KP മോഹനൻ MLA ഉൾപ്പെടെയുള്ളവർ ജാഥയെ വിവിധ കേന്ദ്രങ്ങളിൽ അഭിവാദ്യം ചെയ്തു. യെസ് അക്കാദമി ചെയർമാൻ ബാലിൽ മുഹമ്മദ് ഹാജി, ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മല്യോത്ത്, ജനറൽ മാനേജർ നിസ്താർ കീഴുപറമ്പ്, അഡ്മിനിസ്ട്രേറ്റർ KK സുമയ്യ, പ്രിൻസിപ്പാൾ നിവ്യ വിജയൻ, ഉമൈ ബാനു, മൈമൂന ബാലിയിൽ, ശില്പ കിങ്ങിണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം പാനൂർ ബസ് സ്റ്റാൻഡിൽ ആകർഷകമായ ഫ്ലാഷ് മോബും അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. KP മോഹനൻ MLA, പാനൂർ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ, കൗൺസിലർമാരായ PK പ്രവീൺ, KK സുധീർ കുമാർ,
ഉസ്മാൻ പെരിക്കാലി, നസീല കണ്ടിയിൽ, ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം, സാജിദ് നദ്വി തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 6 മുതൽ 350ഓളം ഭിന്നശേഷി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് എസ് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. ഒപ്പന, കോൽക്കളി, നാടകം, ദഫ്, മലബാർ ഫ്യൂഷൻ തുടങ്ങിയവ അരങ്ങേറും. മാഹി എക്സൽ പബ്ലിക് സ്കൂൾ 11ാം വാർഷികാഘോഷം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് സമർപ്പൺ 25 എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മാഹി MLA രമേശ് പർമത്ത് ഉദ്ഘാടനം ചെയ്തു. GK മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ P. മോഹനൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സതി M. കുറുപ്പ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാരായ VK സുധീഷ് സ്വാഗതവും P. പ്രിയേഷ് നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് KV കൃപേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PP വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. 1ാം ദിവസം KG തലം മുതൽ JLP വിഭാഗത്തിലെയും 2ാം ദിവസം സീനിയർ LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെയും വിവിധ പരിപാടികൾ അരങ്ങേറി. ഒരിടവേള കൂടി. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. പിണറായി പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കുന്നതിന്റെ ഭാഗമായി അംഗൻവാടി കുട്ടികളുടെ കലോത്സവം പൂമുട്ടുകൾ സംഘടിപ്പിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത്. KP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ T നിസാർ അഹമ്മദ്, മുരിക്കോളി പവിത്രൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ P പ്രമീള, PV വേണുഗോപാലൻ, സെക്രട്ടറി C രാജീവൻ, SBS ബാബു, ക്യാപ്റ്റൻ V രാജൻ, E സൂര്യ എന്നിവർ സംസാരിച്ചു. വടകര ലയൺസ് ക്ലബ്ബും ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ PTAയും സംയുക്തമായി കോഴിക്കോട് കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹായത്തോടെ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വടകര ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പരിപാടി നടന്നത്. ലയൺസ് ക്ലബ്ബ് ഓഫ് വടകരയും ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ PTAയും സംയുക്തമായി കോഴിക്കോട് കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വടകര ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്നു. ക്യാമ്പ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുജിത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാളത്തെ പ്രതീക്ഷയായ കുട്ടികളുടെ കണ്ണു പരിശോധനയിലൂടെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന അന്ധതാ നിവാരണത്തിന്റെ അടുത്ത പടി ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ആരംഭിച്ചു. ലോകത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കണ്ണു പരിശോധിച്ചുകൊണ്ട് കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ ക്ലാസ് മുറികളിൽ വെച്ച് തന്നെ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും സഹായത്തോടു കൂടി കണ്ടുപിടിച്ചുകൊണ്ട് കുട്ടികളെ മിടുക്കന്മാരായ കുട്ടികളായി വളർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനം ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ആരംഭിച്ചു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് വടകരയിലെ ഏറ്റവും പ്രസിദ്ധമായ ജൂനിയർ ടെക്നിക്കൽ സ്കൂളിലെ കുട്ടികളുടെ കണ്ണ് പരിശോധിച്ചുകൊണ്ട് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ നടപ്പിലാക്കുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അന്നത്തെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രോസ് ഇന്റർനാഷണൽ അസോസിയേഷൻ്റെ കൺവെൻഷണൽ വേദിയിൽ വന്ന് ലയൺസ് ക്ലബ്സിനെ പ്രകീർത്തിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ലോകത്തിൽ നടത്തുന്ന സേവന പ്രസ്ഥാനങ്ങൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അഭിമാനം കൊണ്ട് പുളകിതരാവുകയായിരുന്നു. ആ ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ്റെ വടകര ക്ലബ്ബാണ് ഇന്നിവിടെ JTSലും പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഈ ഒരു ക്യാമ്പിലൂടെ എല്ലാ കുട്ടികളും കണ്ണിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാവുക. ചെറിയ തകരാറുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു കാഴ്ചയോടുകൂടി മിടുക്കന്മാരായി വളരാൻ നിങ്ങൾക്ക് ഈ ക്യാമ്പ് സഹായിക്കുമെന്നും ഉറപ്പാണ്. ക്ലബ്ബ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാജ് മോഹൻ, സുഹാന സനത്ത്, PTA പ്രസിഡന്റ് കരുണാകരൻ അടിയോടി, ജോസ് KM, രജീഷ് അണിയാരം, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി PP സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. രാംദാസ്, ഗീത രാഘവൻ, ഡോക്ടർ ശ്രീകല, E ഗീതാഞ്ജലി, ജയദേവൻ, K ബാലൻ, K സഞ്ജയൻ, PP രാഘവൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാദാപുരം നിയോജകമണ്ഡലം സമ്മേളനം ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 9:30 നാദാപുരം യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ നടക്കും. ഉമ്മൻചാണ്ടി നഗറിൽ നടക്കുന്ന പരിപാടി മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSSPA എന്ന് പറയുന്ന സംഘടന തികച്ചും കോൺഗ്രസിന്റെ സംഘടനയാണ്. കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള സർവീസ് പെൻഷനേഴ്സിന്റെ സംഘടനയാണ് KSSPA. ആയതിൻ്റെ KSSPAയുടെ നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ 10 മണ്ഡലങ്ങളുടെ നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ വാർഷിക സമ്മേളനമാണ് ഈ വരുന്ന 7-ാം തീയതി ശനിയാഴ്ച യത്തീംഖാന ഹാളിൽ വെച്ചിട്ട് ശ്രീ ഉമ്മൻചാണ്ടി നഗർ, അതിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. KSSPA
കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KC ഗോപാലൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 12 നടക്കുന്ന സൂറത്ത് വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ധ്യ കാരനോട് ഉദ്ഘാടനം ചെയ്യും. വനിതാ ഫോറം സെക്രട്ടറി M വാസന്തി മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് KM രഘുനാഥ്, KP പത്മനാഭൻ, C പവിത്രൻ, KP ദാമോദരൻ, T രവീന്ദ്രൻ, CP മുകുന്ദൻ, രാജീവ് പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു. ചെള്ളത്ത് മടപ്പുര ദേവീക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവ ഭാഗമായി ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. ദേശവാസികളുടെ കലാവിരുന്നും അരങ്ങേറി. നിരവധി ഭക്തർ പങ്കെടുത്തു. എത്രയോ പേര് ശബരിമലയിൽ വരുന്നുണ്ട്. അന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത് 1,20,000 പേര് വരെ വന്നിട്ടുണ്ട്. കണക്ക് പ്രകാരത്തിൽ, കണക്കില്ലാതെ കൊണ്ട് വേറെ ആൾക്കാർ 1.5 ലക്ഷം പേര് ദിവസവും വരുന്നു. എന്നിട്ടാണ് കോടതി ഇടപെട്ടിട്ട് 90,000 വരാൻ പാടുള്ളൂ എന്നൊക്കെ നിർബന്ധിച്ച് പേപ്പറിലൊക്കെ വന്നത്. ഇത്രയും പേർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ ആവോ? എത്രയോ വന്യമൃഗങ്ങളാ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ മുഴുവനുണ്ട്. അവിടെ നിന്ന് ഓരോ തവണ അന്നം ഭഗവാന് കൊടുക്കുമ്പോഴും ഞാൻ ഉള്ളിൽ സങ്കല്പിക്കുന്നത് അങ്ങ് ഭൂതനാഥനാണ്. സകല ഭൂതങ്ങളുടെയും നാഥനായിട്ടുള്ള അവിടത്തേക്ക് ഞാൻ തരുന്ന ഈ ഓരോ അന്നവും ഭഗവാനെ ഈ പൂങ്കാവനത്തിലുള്ള സകലരുടെയും വിശപ്പ് മാറ്റണമേ, ഈ പ്രപഞ്ചത്തിലുള്ള സകലരുടെയും വിശപ്പ് മാറ്റണമേ എന്നാണ്. എന്തിനാ അങ്ങനെ സങ്കല്പിച്ചത് കൊണ്ട് എന്താ ഗുണം? അയ്യപ്പസ്വാമിക്ക് മാത്രം ഭക്ഷണം കൊടുത്താൽ പോലെ എന്നാണെങ്കിൽ പോരാ. പ്രഭാഷണത്തിനെത്തിയ ജയരാമൻ നമ്പൂതിരിയെ ചെള്ളത്ത് അയ്യപ്പ സേവാ സംഘം കൺവീനർ പുറക്കണ്ടി രാജീവൻ പൊന്നാട അണിയിച്ചു സ്വീകരിച്ചു. ക്ഷേത്രം ട്രഷറർ ജയപ്രകാശ്, ഗുരുസ്വാമിമാരായ രാധാകൃഷ്ണൻ, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ദേശവാസികളായ കുട്ടികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി. അന്നദാനവും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പാർട്ടിയുടെ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ലെന്നും EP. പാനൂർ നഗരസഭയിലെ പാലത്തായി കല്ലംകുന്ന് ലക്ഷം വീട് കോളനിയിൽ ശുദ്ധജലം വിതരണം നിലച്ചിട്ട് ഒരാഴ്ച. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാതെ 16 കുടുംബങ്ങൾ. ചൊക്ലി ടൗണിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായി സ്കൂൾ വിദ്യാർത്ഥിനികൾ. ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്പോർട്സ് കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് ഏപ്രിൽ ആദ്യവാരം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കും. തീരുമാനം കായിക വകുപ്പ് മന്ത്രിയുമായി സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.